ഭിന്നശേഷിക്കാരനായതുകൊണ്ടുള്ള സഹതാപം വേണ്ട. അന്ന് മകന്റെ വിവാഹത്തിന് റാഷിനെ സിദ്ദിഖ് കൊണ്ടുവന്നു. സാപ്പിയെ ആദ്യമായി നേരിൽ കാണുന്നത് അന്നാണ്. നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചു. സിദ്ദിഖിന്റെ മൂത്ത മകനാണ് റാഷിൻ. 37 വയസ്സുകാരനാണ് അദ്ദേഹം. റാഷിൻ സിദ്ദിഖിന്റെ മരണവാർത്ത കേട്ട ദുഃഖത്തിലാണ് സിനിമാ ലോകം. ശ്വാസ തടസ്സത്തെ തുടർന്ന് പാലാരിവട്ടം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. സാപ്പി എന്നാണ് സ്നേഹത്തോടെ സിദ്ദിഖ് അവനെ വിളിക്കാറുള്ളത്. ഇത്തരത്തിൽ ഒരു പ്രശ്നമുള്ളതിനാൽ സിദ്ദിഖ് പൊതുയിടങ്ങളിൽ ഒന്നും മകനെ കൊണ്ടുവരില്ലായിരുന്നു. 2022 മകൻ ഷാഹിന്റെ വിവാഹ ദിവസം സാപ്പിയെ കൂടി സിദ്ദിഖ് വിവാഹവേദി കൊണ്ടുവന്നിരുന്നു. ഷാഹിന്റെ വിവാഹത്തിനാണ് സാപ്പിയെ ആദ്യമായി എല്ലാവരും നേരിട്ട് കാണുന്നത്. 2022 മാർച്ചിലായിരുന്നു സിദ്ദിഖിന്റെ മകൻ ഷാഹിന്റെ വിവാഹം നടന്നത്. ഡോക്ടറായ അമൃതയാണ് ഷാഹിന്റെ ഭാര്യ. അന്ന് വലിയ ആഘോഷമായി നടത്തിയ വിവാഹ ചടങ്ങിൽ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരനിര പങ്കെടുത്തു. വിവാഹവേദിയിൽ സിദ്ദിഖിന്റെ മൂത്ത മകനും എത്തിയിരുന്നു. 2 ആൺകുട്ടികളാണ് നടനുള്ളത്. മൂത്തയാൾ സ്പെഷ്യൽ കിഡാണ്. അതുകൊണ്ട് തന്നെ അധികം ആരെ അറിയിക്കാതെയാണ് മകനെ വളർത്തിയത്. ഷാഹിന്റെ വിവാഹത്തിനാണ് അദ്ദേഹത്തെ ആദ്യമായി എല്ലാവരും നേരിട്ട് കാണുന്നത്. സാപ്പി എന്നാണ് സ്നേഹത്തോടെ സിദ്ദിഖ് അവനെ വിളിക്കാറുള്ളത്. ഇത്തരത്തിലൊരു പ്രശ്നമുള്ളതിനാൽ സിദ്ദിഖ് പൊതുയിടങ്ങളിൽ ഒന്നും മകനെ കൊണ്ടുവരില്ലായിരുന്നു. ഇങ്ങനെ ഒരു മകൻ കൂടി സിദ്ദിഖിനുണ്ടെന്ന വിവരം ബന്ധുക്കൾക്കും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമായിരുന്നു അറിയാവുന്നത്. ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ആ പേരിൽ ആരുടെ സഹതാപം വേണ്ട എന്ന തീരുമാനത്തിലാണ് താൻ ഇത്രയും നാൾ മകനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് എന്നാണ് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖും കുടുംബവും സാപ്പിയുടെ ജന്മദിനം ആഘോഷമാക്കിയിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു പിറന്നാൾ ആഘോഷം അന്ന് നടന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. കേക്കിന് മുന്നിൽ ചിരിച്ച മുഖത്തോടെ ആയിരുന്നു അന്ന് സാപ്പിയെ കണ്ടത്. അവന്റെ പിന്നിലായി ഷാഹിനും അമൃതയും സിദ്ദിഖും മകളും ഭാര്യയും നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ആയതിനാൽ സാപ്പിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമൃതയാണ്. അമൃത എത്തിയതിനു ശേഷമാണ് വീട്ടിൽ സാപ്പിയുടെ പിറന്നാൾ ഇത്രയും ഗംഭീരമായി ആഘോഷിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല പനിയും ജലദോഷമൊക്കെ നമുക്കുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ട് അവതരണത്തിലുണ്ടാവും, ക്ഷമിക്കണം.